ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഒരു വനിതാ സംരംഭക ചേരുകയാണ്. ഇത് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ വനിതാ സംരംഭകരായിരിക്കും എന്നത് പ്രേക്ഷകർക്ക് അറിയാം. ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ക്രോഷേ വർക്കിലൂടെ സ്വന്തം വരുമാനം കണ്ടെത്തുന്ന എൽവിറ്റ് ടോണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇതാ എൽവിറ്റ് ക്രോഷേ എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് നമുക്കൊപ്പമുള്ള എൽവിറ്റ് ടോണി. എന്തായാലും നമുക്ക് എൽവിറ്റിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ക്രോഷേ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിറ്റിങ്ങിൻ പോലെ തന്നെ സൂചി ഉപയോഗിച്ച് ഇതുപോലെയുള്ള വർക്ക് ചെയ്യുന്ന പരിപാടിയാണ് ക്രോഷേ വർക്ക്സ്. തുന്നൽ പണി എന്ന് നമ്മൾ പറയും അല്ലേ? അത് പക്ഷേ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ചെയ്യുന്നതാണ് എൽവിറ്റിനെ സ്പെഷ്യലാക്കുന്ന കാര്യം. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഡക്ട്സിലാണ് എൽവിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. എത്ര കാശ് മുടക്കി വേണമെങ്കിലും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളും ആക്സസറീസും ഒക്കെ വാങ്ങാൻ ഓരോ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ എൽവിറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അതുപോലെ ആളുകളുടെ തിരക്കാണ്. മെറ്റേണിറ്റി ടൈം മുതൽ തന്നെ വാങ്ങി സൂക്ഷിക്കുന്നവരും ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എൽവിറ്റിനോട് തന്നെ ചോദിക്കാം. എൽവിറ്റ് എങ്ങനെയാണ്, ആദ്യം തന്നെ എൽവിറ്റ് എന്നുള്ള പേര് വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നു കേട്ടോ. എങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനെ ക്രോഷേ വർക്ക് തുടങ്ങുന്നത്? സ്കൂൾ ഡേയ്സിൽ അറിയായിരുന്നു, ബേസിക് സ്റ്റിച്ചസ് അറിയായിരുന്നു. പിന്നെ ഒരു 10th ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഞാനിങ്ങനെ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ എനിക്ക് സ്റ്റാർട്ടിങ് മാറ്റ് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ സ്റ്റഡീസായി മാരേജൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊന്നൊരു തോട്ടാണ്, സംരംഭകയാകണമെന്നുള്ള ഉൾവിളി തോന്നല്ലേ? ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ക്രോഷിയെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ അവർ ചോദിച്ചു എന്നാൽ പിന്നെ അത് ചെയ്തുകൂടെ എന്നുള്ളൊരു ഇതിൽ തന്നെ അന്ന് തന്നെ പോയി നൂലും സൂചിയും എല്ലാം വാങ്ങി അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ ക്രോഷേ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നിറ്റിംഗ്, 2 നൂല് ഉപയോഗിച്ചുള്ള ഇതുപോലത്തെയുള്ള തുന്നൽ കണ്ടിട്ടുണ്ട്. നിറ്റിംഗും ക്രോഷയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിറ്റിംഗ് എന്ന് പറയുമ്പോൾ 2 സൂചി വെച്ച് അറ്റ് എ ടൈം ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ക്രോഷേ എന്ന് പറയുമ്പോൾ ഒരു നീഡിൽ വെച്ചിട്ട് തന്നെയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈം സ്പെൻഡിങ് ആണ്. അപ്പോൾ പക്ഷേ ഫിനിഷിംഗ് ഏതിനാ കൂടുതൽ? ക്രോഷേ വർക്ക്സിന് എപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഓരോ പ്രോഡക്ട്സ് എടുത്ത് നോക്കിയാൽ അതിനൊരു ചെറിയ ഗ്യാപ്പ്, അതാണ് അതിന്റെ ഒരു ഭംഗിയാണ്. അറിയാമോ? ഇല്ല, നെറ്റിംഗ് ചെയ്തിട്ടില്ല. ക്രോഷേ വർക്ക്സ് ആണ്. നമുക്ക് എൽവിറ്റ് അത് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാകും. ഇത് ക്രോഷേ വർക്ക് ചെയ്ത ഒരു എത്ര വയസ്സ്? 2 വയസ്സുള്ള കുട്ടിയുടെയാണോ? ഒറ്റ വയസ്സ്? 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉടുപ്പാണ്. നല്ല കളർ കോമ്പിനേഷൻ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് കുട്ടികൾക്ക് അധികം ആളുകൾ സെലക്ട് ചെയ്യുന്ന കളറാണോ? ഇപ്പത്തെ ട്രെൻഡിൽ എല്ലാരും ബ്ലാക്ക് ഒരുപാട് പേര് സെലക്ട് ചെയ്യുന്നുണ്ട്. ചിലർക്കൊക്കെ ബ്ലാക്ക് കുട്ടികൾക്ക് വേണ്ടി മേടിക്കാൻ ഇഷ്ടക്കുറവൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. എനിക്കൊരു മോളുണ്ട്, ഞാൻ കൂടുതലും ബ്ലാക്ക് ആണ് മോൾക്ക് പ്രിഫർ ചെയ്യുന്നത്. എന്നുവെച്ചാല് മറ്റൊന്നും അല്ല, ബ്ലാക്ക് കളേഴ്സ് ആണെങ്കിൽ ഈ ഉറുമ്പൊക്കെ ഇരുന്നാല് കാണില്ല കുട്ടികളെ. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല, ലൈറ്റ് കളേഴ്സ്. 2-3 വയസ്സൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ല. ഇതെന്തായാലും വെൽവെറ്റിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്, വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൽവിറ്റ്, ഇത് എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ? ആക്ച്വലി വർക്കിംഗ് ആയതുകൊണ്ട് ഓഫീസ് വിട്ട് വന്ന് വീട്ടിൽ ഹസ്ബൻഡും മോളും ഉണ്ട്. അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി ഇതിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് വർക്കാണ്. എൽവിറ്റിനെ സംബന്ധിച്ചൊരു ബഡിങ് ഓൺട്രപ്രണർ ആണ്. കാരണം ഇപ്പോഴും എൽവിറ്റ് സക്സസ്ഫുൾ ആണ് എന്ന് പ്രൂവ് ചെയ്തതിന് ശേഷവും ഇപ്പോഴുള്ള ജോലി കൈവിട്ടിട്ടില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ജോലിക്ക് ഇപ്പോഴും പോകുന്നുണ്ട്. അതിനുശേഷമുള്ള സമയമാണ് ഓൺട്രപ്രണർ ആകണമെന്നുള്ള സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൽവിറ്റ് അതിനുവേണ്ടിയുള്ള സമയം മാറ്റിവെക്കുകയാണ്. എൽവിറ്റ്, ഒരു കോൺഫിഡൻസ് ഇപ്പോഴും വന്നിട്ടില്ലേ? മറ്റേ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു കോൺഫിഡൻസ് ഇതുവരെ ആയില്ലേ? എന്തും പറയാട്ടോ, ഒരു സംരംഭക അനുഭവിക്കുന്ന എന്ത് വിഷമോ കോൺഫിഡൻസ് കുറവൊന്നുമില്ല. കാരണം ഓർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കുറെ നാൾ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡും സെയിം ഫേം തന്നെയാണ്. തൃശ്ശൂർകാരിയാണ്.
തിരുവനന്തപുരമാണ് ഇപ്പോൾ സ്വദേശം. ബിസിനസ് ഓൺലൈൻ വഴി ആയതുകൊണ്ട് ഓർഡറൊക്കെ പല സ്ഥലത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. പറഞ്ഞു. അതെ അതെ, അങ്ങനെ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ രണ്ടും കൂടി സത്യം പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ജോലികളല്ലേ? തുറന്നു പറയാൻ ഇല്ല, അവർക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. എന്റെ ഡിസിഷൻ ആണ്. അതിപ്പോ ഹസ്ബൻഡ് ആയാലും നല്ല സപ്പോർട്ടീവ് ആണ്. ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ്. കാരണം വീട്ടിലെ എല്ലാ വർക്കും ഞാൻ എല്ലാ കാര്യം പെർഫെക്റ്റ് ആക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഓൾറെഡി ക്രോഷി ചെയ്യുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും ചില കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു സംരംഭകയുമായി നിന്നിട്ട് പിന്നീട് ബാക്കി സമയം മറ്റതിനൊക്കെ ചെലവഴിക്കാന്ന് വെച്ചാൽ അവർക്കും പറയാനൊന്നും പറ്റത്തില്ല. അത് ആരുടെ ഔദാര്യമൊന്നും അല്ലല്ലോ, നമ്മൾ വർക്ക് ചെയ്യല്ലേ. ഓക്കെ, നമ്മള് ഇനി ഒരു പ്രോഡക്റ്റിലേക്ക് പോയാൽ ദാ ഇത് ഒരു ക്യാപ്പാണ് അല്ലേ? കുട്ടികൾക്കൊക്കെ നമുക്കറിയാം, കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ഇതിന്റെ ഒരു ഡസനെങ്കിലും എല്ലാ വീടുകളിലും ഒക്കെ കാണും ഉപയോഗിക്കാൻ. പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്. പലപ്പോഴും നമ്മൾ പുറത്ത് ഒക്കെ മങ്കി ക്യാപ്പ് പോലത്തെയും ഒക്കെ ഇതേ മെറ്റീരിയലിൽ ഉപയോഗിച്ച് കാണാം. ഇതിപ്പോൾ നല്ല കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര രൂപയ്ക്കാവും? ഇത് ഒരു 400 റേഞ്ച് ആവും. ഞാൻ അതായത് ഹൈ റേഞ്ച്. ഇത് ക്രോഷ്യ വർക്ക് എപ്പോഴും നല്ല റേറ്റ്. അതെ അതെ. അത് മാത്രമല്ല ഇത് ഏറെ നാൾ നിലനിൽക്കുകയും ചെയ്യും. അതെ അതെ. അതേപോലെ അതിന്റെ ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ അതിന്റെ നൂലിനാണ് ചാർജ്. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ടൈമും കാര്യങ്ങളെല്ലാം. ഇത് എന്ത് ത്രെഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്? ഇതിന് നമ്മൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യും, പിന്നെ അക്രലിക് യാൺ യൂസ് ചെയ്യും. നിറ്റിങ്ങിന് ഇതേപോലത്തെ തന്നെയല്ലേ? അതെ അതെ, നിറ്റിങ്ങിന് ഇത് തന്നെയാണ്. ഇത് അക്രലിക് യാൺ ആണ്. കോട്ടൺ യാൺ ആവുമ്പോ വേറെ, അതായത് ഇതൊരു ചെറിയ സോഫ്റ്റ് കോട്ടൺ ആവുമ്പോ അതിന്റെ മെറ്റീരിയൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. വേറെ തന്നെ വേറെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കണ്ട എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചിരി വരും. നമുക്ക് ഇത് ജസ്റ്റ് 1 ഇയർ ബേബിയുടേതാണ് കേട്ടോ. ഷൂ ആണ്. ഷൂ അല്ലേ? ഷൂ ആണ്. ആക്ച്വലി ഇത് ഷൂ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, എനിക്ക് നൊസ്റ്റാൾജിയാണ്. മോളുടെ കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരിക കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല. കാരണം അവൾക്ക് ഇങ്ങനെ അധികം തണുപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള കുട്ടിയായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാനുള്ള ആളാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. കുഞ്ഞ് 2 ഷൂകൾ. ഇത് എത്ര രൂപയാകും? ഇത് 350 തൊട്ടിട്ടാണ്. 350 ഈ കുഞ്ഞു സാധനത്തിന്? കാരണം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? ചെയ്യാനിപ്പോ എനിക്ക് ഓക്കെയാണ്. പക്ഷെ നൂലിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഭയങ്കര ക്യൂട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷെ 350 റുപ്പീസ് ആണ്. ഇത്രയൊക്കെ കൊടുത്ത ആളുകള് വാങ്ങിക്കുന്നുണ്ട്. കാരണം എല്ലാരും ബേബീസിന് വേണ്ടി ഒരിക്കലും പൈസ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സൂക്ഷിച്ചൊക്കെ വെക്കും. അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ പറ്റിയ 2 ഷൂ ആണ്. ഇതിന്റെ വേറെയും പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കുള്ളതാണ്. ഇത് എത്ര? 6 months 9 to 10 months വരെയുള്ള 3 to 6 months ആണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എൽവിറ്റിന്റെ എൽവിറ്റ് ക്രോഷേ അവരുടെ കടയുടെ പേരാണ്. ഇതും വളരെ ക്യൂട്ട് ആയിട്ടുണ്ട്. ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഇടാനായിരിക്കും അല്ലേ? കാലിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓ, ഇത് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് കൊടുത്തിരിക്കുന്ന ഈ റിബൺ ഉപയോഗിച്ച് നമുക്കിത് കുട്ടിയുടെ കാലിനനുസരിച്ച്, വാവയുടെ കാലിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കും. ഇതെല്ലാം ഗേൾസിനുള്ളതല്ലേ? ഇത് ഗേൾസിന്. ബോയ്സിനുള്ളത് വേറെ ഉണ്ട്. ബോയ്സിനുള്ളത് ഞാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. ഗേൾസിന്റെ ചെയ്യുന്നതാണ് ഇങ്ങനെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാലിനനുസരിച്ച് ഇത് ചെറുതാക്കാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാണ് കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് എന്നൊരു കോൺസെൻട്രേഷൻ വേണമെന്ന് തീരുമാനിച്ചത്? കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണോ? കുട്ടികളെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഇത് ഫസ്റ്റ് ഞാൻ ഷൂസ് ആണ് ഉണ്ടാക്കിയത്, ഷൂസും ക്യാപ്പും. അപ്പൊ അത് ഉണ്ടാക്കി അതിന്റെ ആ ക്യൂട്ട്നെസ് കണ്ട് നമ്മൾ ഓൾറെഡി അഡിക്റ്റഡ് ആയിപ്പോയി. പിന്നെ വീണ്ടും വീണ്ടും ഷൂസ് ഇങ്ങനെ ഒരുപാട് സത്യം ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാണ്. എന്റെ മോളുടെ കുഞ്ഞു ചെരുപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എപ്പോഴും ഭയങ്കര ചിരി വരും. അപ്പൊ അത് കാണുമ്പോൾ ഇതിട്ടോണ്ട് നടന്നിട്ടുണ്ട്, തെറ്റിച്ചൊക്കെ ഇടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കാനും അവരെ ധരിപ്പിക്കാനും ഒക്കെ ഓരോ പാരന്റ്സും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ന്യൂ ബോൺ ആവുമ്പോൾ ഇല്ലേ, എന്ത് കൊടുത്താലും മതിയാവില്ല, എന്ത് വാങ്ങിയാലും മതിയാവില്ലെന്ന അവസ്ഥയാണ്. അപ്പോൾ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ഇങ്ങനെ ഒരു ബിസിനസ് എന്ന് ആലോചിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഐഡിയാസ്? എന്താണ് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി മാത്രം? ഇത് വലിയവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും ഇതുകൊണ്ട് ഉപയോഗിക്കാം, വലിയവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ കസ്റ്റമേഴ്സ് ബേബി പ്രോഡക്ട്സ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരും
ക്യാപ്പ്, ഷൂസ് അങ്ങനത്തെ ഓർഡേഴ്സായി വന്നു തുടങ്ങി. പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റി ടൈമും ഈ ന്യൂ ബോൺ ബേബിയുടെ ഒക്കെ ടൈം എന്ന് വെച്ചാൽ കച്ചവടക്കാർ ഇങ്ങനെ സാധനങ്ങളുമായിട്ട് അവർ ഊറ്റാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു സംരംഭക ഐഡിയ അല്ലേ വീട്ടിന്റെ മനസ്സിലുണ്ടായിരുന്നത്? അല്ല, കണ്ട് ക്യൂട്ട്. ആരും ബേബീസ് ജനിച്ചു കഴിഞ്ഞാൽ ആരും ഇത്ര പൈസ ആയില്ലേ എന്നാ ഇത് വാങ്ങണ്ടാന്നാരും കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ബേബിക്കല്ലേ എന്നുള്ള ഇതില്. എൽവിറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജ് പോയി നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം ഓരോ കുട്ടികൾക്ക്, കുഞ്ഞുവാവുകൾക്ക് വേണ്ടിയുള്ള ഓരോ പ്രോഡക്റ്റുകൾ കണ്ടാൽ നമുക്ക് അത്രമാത്രം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര പ്ലീസിങ് ആണ് ആ ഇൻസ്റ്റാ പേജിലൂടെ തന്നെ പോകുന്നത്. ഓരോ കുട്ടികളുടെ ഫോട്ടോസ് ഇതുപോലെ ഇതൊക്കെ കസ്റ്റമേഴ്സ് ആയിരിക്കും അവർ അയച്ചു തരുന്ന പിക്ചേഴ്സ്. അത് എൽവിറ്റിന്റെ പേജിലിടും. അത് കാണുമ്പോ വളരെ ഹാപ്പിയാണ്. ഇത് എൽവിറ്റ് കൊണ്ടുവന്ന മറ്റൊരു ഫ്രോക്കാണ്, നമുക്കത് നോക്കാം. കാണോ, ഇത് എത്ര വയസ്സിൻ്റെതാ? 6 to 12 monthsൻ്റെതാണ് ഈ ഫ്രോക്ക്. എൽവിറ്റ് ഇതിന് 750 rupees-ആണ്. നമുക്ക് ഒരു 12 month, അപ്പോൾ 1 വയസ്സുള്ളൊരു കുട്ടിയുടെ ഉടുപ്പാണ് 750. നല്ല റേറ്റാണ്, കത്തി റേറ്റാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ പുറത്തു പോയാൽ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ഭയങ്കര കോസ്റ്റ്ലി ആണ് അല്ലേ? അത് ഇങ്ങനത്തെ ക്രോഷയൊന്നും അല്ലാത്തതിന് പോലും ഏതാണ്ട് ഈ റേറ്റ് ഒക്കെയാണ്. കൊച്ചു കുട്ടികളുടെ ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഇപ്പോൾ ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മേടിക്കുന്നതിനേക്കാൾ പ്രൈസ് ചിലവായാലും നമ്മൾ പക്ഷേ മടിയില്ലാണ്ട് മേടിക്കുക. അവരുടെ കാര്യമാണല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വില കൊടുത്ത് മേടിക്കുക. അതാണ് എൽവിറ്റിൻ്റെയും സംരംഭത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ഇത് 750 rupees-ആണ്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുക. എന്നുവെച്ചാൽ അല്പം ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത്, അതായത് കുട്ടി തടി വെക്കുന്നതിന് ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. ആണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ക്രോഷയിൽ വരുന്നതല്ലല്ലോ. ഈ പോർഷൻ ക്രോഷയിൽ വരുന്നതല്ല. ഈ പാർട്ട് ആര് ചെയ്യും? ഈ പാട്ട് എനിക്കൊരു ചേച്ചി കാരണം എല്ലാം കൂടി ചെയ്യാൻ മാനേജ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. വേറെ സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്. ഒരു ചേച്ചി, എനിക്ക് അറിയുന്ന ഒരു ചേച്ചി, അവരുമായിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ മെറ്റീരിയൽ എടുത്ത് കളർ ചൂസ് ചെയ്ത് എല്ലാം കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണോ അതോ ഓർഡർ അനുസരിച്ചിട്ടാ ചെയ്യാറ്? പിന്നെ ഒരു എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മള് കുറെ പ്രോഡക്ട്സ് ചെയ്ത് കൊണ്ടുവെക്കും. അപ്പൊ ഇപ്പൊ ഏത് ടൈമിലാണ്? പക്ഷേ ഈ ന്യൂ ബോൺ ആവുമ്പോ എല്ലാ ടൈമും നിങ്ങളുടെ സീസൺ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒരു ടൈം ഒന്നും ഉണ്ടാവില്ല. എങ്കിലും ഓണം, വിഷു ആ ടൈമിലൊക്കെ എന്തെങ്കിലും കൂടുതൽ സെയിൽ നടക്കുന്ന സമയമായിട്ട് തോന്നിയിട്ടുണ്ടോ? ക്രിസ്മസ് അങ്ങനെ ടൈമിലൊക്കെ ക്രിസ്മസ് ക്യാപ്പ്, റെഡും വൈറ്റും ക്യാപ്പ് ഒക്കെ അങ്ങനെയുള്ള ക്യാപ്പ് സ്കൂളിലേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും റെഡും വൈറ്റും തീം സെറ്റ് ചെയ്ത്. ഓ, ഇത് പക്ഷെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആണോ? ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്കൂളിലേക്കൊക്കെ ക്രിസ്മസ് തൊപ്പി വേറെ ഉണ്ട്, ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും മറ്റൊരു പ്രോഡക്റ്റ് കൂടി കാണാം. ഇതൊരു പേഴ്സ് ആണോ? അതെ, പേഴ്സ് ബോക്സാണ്. നോക്കട്ടെ, ബാഗ് പോലെ യൂസ് ചെയ്യാനും പറ്റുന്നതാണോ? അല്ലേ, ഇതിനില്ല, ഹാങ്ങിങ്ങിനുള്ള സംഭവമൊന്നുമില്ല. ഹാങ്ങിങ് ഉള്ളത് വേറെ ടൈപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് കൈ പിടിച്ച് നടക്കാൻ പറ്റുന്നു. ഇത് കുട്ടികൾക്കുള്ളതാണോ? കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആ ഒരു പാറ്റേണും കളറും. 350 rupees ആണ് കേട്ടോ, 350 rupees. ഇത് ശരിക്കും ഇതിന് ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് വേറെ വലിയ സാധനങ്ങളൊക്കെ അല്ലേ കുറച്ച് ഗ്യാപ്പ് വേണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിനുള്ളിൽ ലൈനിങ് കൊടുക്കും. ഓക്കെ. മറ്റൊരു ബാഗും കൂടി കാണാം, സ്ലിംഗ് ബാഗ്. ഇത് കുട്ടികൾക്കുള്ളതാണ് അല്ലേ? ഇതൊക്കെ കടകളിൽ കിടക്കുന്ന കാണുമ്പോൾ ഏത് കുട്ടി എന്താ എനിക്കിത് വേണോന്ന് പറയാറുണ്ട്. പൗച്ച് അല്ലേ, പൗച്ച് പോലെ യൂസ് ചെയ്യാം. ഇതൊക്കെ എത്ര രൂപയാ നോക്കട്ടെ? 250 rupees ആണ്. 250. കുട്ടികൾക്ക് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ പോകാനും യൂസ് ചെയ്യാം അല്ലേ? എന്തായാലും കൊള്ളാം, വെറൈറ്റി പ്രോഡക്റ്റ്സ് ആണ്. ആർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഐറ്റംസ് ആണ്. എൽവിറ്റിൻ്റെ മനസ്സിലിപ്പോൾ സംരംഭകയെന്നുള്ള സന്തോഷമൊക്കെ ഉണ്ട്, അത് സക്സസ് ആയി പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. ഈ ജോലി കൂടെ കൊണ്ട് നടക്കണം എല്ലാ കാലവും എന്നതാണോ എൽവിറ്റിൻ്റെ പേഴ്സണലി ഉള്ള ആഗ്രഹം? അതോ ഫുൾ ടൈം ഒരു സംരംഭകയായി മാറണം എന്ന ആഗ്രഹമുണ്ടോ എൽവിറ്റിന്? അത് ഓഫ് കോഴ്സ് ഉണ്ട്, ആഗ്രഹമുണ്ട്. ഒരു ഷോപ്പ് ഇടണം, ഭാവിയിൽ ഇടണം ഒരാഗ്രഹമുണ്ട്. എങ്ങനെയൊക്കെ ഇത് വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന? വിപുലപ്പെടുത്തുമ്പോഴും കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാകണം ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാ
ഫീൽഡിൽ, അതായത് നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും പല ടൈപ്പുള്ള കസ്റ്റമേഴ്സ്, ഇപ്പോൾ ബാഗ് ആണെങ്കിൽ ബാഗ് കുറെ പേര് ചോദിക്കുന്നുണ്ട്, വലിയ ആൾക്കാർക്കുള്ള ക്രോപ്പ് ടോപ്സ്. അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു കസ്റ്റമർ പറഞ്ഞപ്പോ ഞാൻ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വലിയ ആൾക്കാർക്ക് ക്രോപ്പ് ടോപ്പ്, പിന്നെ ബാഗ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് സക്സസ് ആയത് കുട്ടികളുടെ ഇത് വെച്ചിട്ടായതുകൊണ്ട് കൂടുതലും കുട്ടികളുടെ പ്രോഡക്ട്സ് ആണ് ഇപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിലിപ്പോ ആ ഷൂ ഒക്കെ നമ്മൾ സ്ക്രീനിൽ ഇപ്പോഴും ആ ഷൂ ഒക്കെ ആണ്, ആ റിബൺ ഉപയോഗിച്ചാണ് ആ ഷൂ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ആക്കുന്നത്. ഇതും ഈ ക്യാപ്പും അതേപോലെ അഡ്ജസ്റ്റബിൾ ആണോ? ഈ നമ്മൾ സ്ക്രീനിൽ ക്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? നമ്മൾ തലയിൽ വെച്ച് കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചു കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് വളരും. നമ്മൾ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സൈസ് മാറിപ്പോകുന്നത് കാണാം, അത് ഡ്രസ്സുകളായാലും ഒക്കെ. പക്ഷേ വെൽവെറ്റിൻ്റെതാണെങ്കിൽ വളരെ സ്ട്രെച്ചബിൾ ആണ്, നമുക്ക് വാങ്ങിയാൽ 1-2 വർഷം എന്തായാലും ഷുവർ ആയിട്ട് ഉപയോഗിക്കാം. അത് പെട്ടെന്ന് ചീത്തയാകുന്നതുമല്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഷൂവിന്റെ കാര്യമൊക്കെ ആണെങ്കിലും കുട്ടികളുടേത് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് റിബൺ ഉപയോഗിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വാഷബിളുമാണ് അല്ലേ? കുട്ടികളുടേതാവുമ്പോൾ ഹാൻഡ് വാഷ് ആണ്, നമ്മൾ മെഷീനിലിട്ടുള്ള വാഷ് പറ്റില്ല. ഹാൻഡ് വാഷ് ആണ്, പെട്ടെന്ന് ഉണങ്ങാനും പാടായിരിക്കും. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. ഷാംപൂ വാഷ് ആണോ അതോ ഷാംപൂ വാഷ് ആണ് പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് കുട്ടികളുടേതാകുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വാഷബിൾ അല്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാമെന്നതും ഈ വർക്കിന്റെ അല്ലെങ്കിൽ എൽവിറ്റിന്റെ പ്രോഡക്റ്റിന്റെ ഒരു ഗുണമാണ്. എൽവിറ്റ് ഇങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ ഇതിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും സഹായകരമായി നിന്നത് ആരൊക്കെയാണ്? ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട്സ് അവരായിരിക്കും ആദ്യം പരീക്ഷണം നടത്തിയത്. അവര് തന്നെയാണ് ആദ്യത്തെ ഓർഡർ തന്നത്. പിന്നെ ഓരോ ഫ്രണ്ട്സ് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. ഫ്രണ്ട്സ്, പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ്. പറഞ്ഞില്ലേ വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ല, എനിക്ക് അത്ര പോരാട്ടോ, ഞാൻ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അത് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൽവിറ്റ് എവിടേക്കോ പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. പറഞ്ഞോ. അങ്ങനെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ? ആക്ച്വലി അവര് ഇപ്പോ എഞ്ചിനീയറിംഗ് ഒക്കെ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് മോള് ഇങ്ങനെ തുന്നൽ പണിയായിട്ട് നടക്കുന്നു എന്നറിയുമ്പോ അതിന്റെ ആക്ച്വലി ആദ്യം അവര് അങ്ങനെ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഏൺ ചെയ്യുന്നു, ഇതിൽ നിന്ന് ഇങ്ങനെ ഓർഡേഴ്സ് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ, അപ്പോഴാണ് അവര് കുറച്ചുകൂടി ഒരു ഇപ്പൊ അവർക്ക് സന്തോഷം. ഇപ്പൊ അവര് സന്തോഷമാണ്, ഹാപ്പിയാണ്. ആദ്യമൊന്നും സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? അവര് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, എന്റെ ഇഷ്ടമാണ്. അതിപ്പോ ആരൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ ഡ്രീമാണിത്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് എങ്കിലും അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആർക്കും ഇല്ലേ? ഇപ്പൊ സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും. ഹസ്ബൻഡിന്റെ ഫാമിലി കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരുന്നു. അമ്മ തൃശ്ശൂരിൽ അമ്മയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എൽവിറ്റിന്റെ കാര്യം. അമ്മ പൂനെന്ന് എനിക്ക് ബൾക്കായിട്ട് നൂലൊക്കെ പർച്ചേസ് ചെയ്തത്. ആദ്യത്തെ പർച്ചേസ് ബൾക്ക് ഓർഡർ മദർ-ഇൻ-ലോ തന്നെയാണ് വാങ്ങിച്ചത്. പൂനെ പോയപ്പോ അവിടെ നിന്ന് ബൾക്കായിട്ട് മേടിച്ചു. പിന്നെ അവിടെ നിന്ന് കോണ്ടാക്ട്സ് കിട്ടി. നമ്മള് ഓൺലൈനും വാങ്ങും, നമ്മള് ഓർഡർ കൊടുത്ത്. പൂനെയിൽ നിന്നാണോ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നത്? പൂനെയിൽ നിന്നാണ്. അവിടെയാണ് ക്വാളിറ്റി ഉള്ള നൂല്. ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ. തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിലാണ് കൂടുതൽ. അവിടെയാണ്, തമിഴ്നാട്ടിൽ കിട്ടും, അവിടെ നിന്ന് കൊണ്ടുവരുന്ന സംഭവങ്ങൾ തന്നെയാണ് കൂടുതൽ. ബോംബെ, പൂനെ ബേസ്ഡ്. ഏറ്റവും ഹോൾസെയിൽ ആയിട്ടുള്ള സെയില് നടക്കുന്ന ഇടത്തു നിന്നാണ് ഇതിന്റെ പ്രോഡക്ട്സ് എൽവിറ്റ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വില കുറച്ച് കിട്ടും. വില കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും, അതോ കൂടുതൽ ലാഭം എടുക്കാൻ പറ്റും? എന്താ അതിന്റെ നേട്ടം? ലാഭം കുറച്ചിട്ടാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാഭം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ലാഭം കൂട്ടിയാൽ ഇതിപ്പോ പുറത്തൊക്കെ എത്ര രൂപയൊക്കെയാവും? ഇത് നോർത്തില് മേ ബി ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും. പക്ഷെ ഓരോ ആൾക്കാർ ഓരോ റേറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പേര് സൈറ്റൊക്കെ കയറി ആക്ച്വലി പ്രൈസ് ഒക്കെ ചോദിച്ച്, കാരണം അവരിൽ നിന്നൊരു മാറ്റം വന്ന് പ്രോഫിറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ. ഇതിപ്പോ ആദ്യമൊക്കെ അങ്ങനെ സെയിൽ പിടിച്ചു, ഇപ്പോ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോ കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ടോ? എങ്ങനെയാ? ഇതുവരെ കൂട്ടിയിട്ടില്ല. മറ്റൊരു ക്യാപ്പാണ് ഇത്, വേണമെങ്കിൽ എനിക്ക് വരെ വെക്കാൻ പറ്റും ഇങ്ങനെ. ഇത് വലിയവരുടെ ആണോ കുട്ടികളുടെ ആണോ അതോ? അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അറിയാൻ പറ്റില്ല, കുട്ടികൾക്കൊക്കെ നല്ല വലിയ തലയ്ക്കുള്ള കുട്ടികൾ. ഇതിങ്ങനെ ഈ റിബൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര കൊച്ചുകുട്ടിക്കും വേണമെങ്കിൽ വെക്കാം, വലിയ കുട്ടിക്കും ഒക്കെ വെക്കാം. ഇയർ ഒക്കെ കവേർഡ് ആവും. ഇത് ഇയർ കവേർഡ്, ഇത് ഹാറ്റ് ആണ്. ഓക്കെ.
കൊച്ചുകുട്ടികളാണെങ്കിൽ കവർ ചെയ്തില്ലേ? ഇല്ല അല്ലേ? ഇല്ല ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല ഇത്. കുട്ടികൾക്കുള്ളതല്ല. അത്ര നമ്മൾക്ക് ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കാണുന്ന ടൈപ്പാണ്. പക്ഷെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. ഇത് ഒരു റിബൺ ഉപയോഗിച്ച്, ഇത് എൽവിറ്റിന്റെ ഐഡിയ ആണോ അതോ വേറെ കണ്ടിട്ട് ചെയ്യുന്നതാണോ? ഇത് എന്റെ ഐഡിയ തന്നെയാണ് ഇങ്ങനെ അല്ലേ? ആഹാ. എൽവിറ്റിൻ്റെതായ കയ്യൊപ്പുകൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് ഈ ഓരോ പ്രോഡക്റ്റിലും? എന്ന് വെച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നൊക്കെ? ഓൺലൈൻ കണ്ടാണോ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് വർക്ക്? ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ആക്ച്വലി ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇപ്പൊ പുറത്തുനിന്ന് ഒരുപാട് ഓർഡേഴ്സ്. തയ്യൽ അറിയാമായിരുന്നുവെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ഇത് തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചത്? ഫുൾ യൂട്യൂബ്, ക്രോം എല്ലാം സെർച്ച് ചെയ്തിട്ടാണ്. എല്ലാം ഞാൻ തന്നെ റെഫർ ചെയ്തിട്ടാണ്. ആക്ച്വലി എനിക്ക് ഈ ഫ്രോക്ക് സ്റ്റിച്ചസ് അറിയാമെന്നല്ലാതെ ഫ്രോക്ക് എങ്ങനെ ഷേപ്പ്, ഇപ്പൊ ഷൂ ആണെങ്കിലും അതിന്റെ ആ ഷേപ്പ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ ഞാൻ തന്നെ. മറ്റൊരു പ്രോഡക്റ്റ് കൂടി കാണാം നമുക്ക്. ഇത് ഒരു ഫ്രോക്കാണ്, ഗേളിൻ്റെ ആണ്. 4 to 5 years ആണ്. 4 to 5 yearsന്റെ ഫ്രോക്കാണ്, വൈറ്റ് ആണ്. 1500 ആണ് ഇതിൻ്റെ പ്രൈസ്. എൽവിറ്റ് ഇട്ടിരിക്കുന്ന പ്രൈസ് 1500 ആണ്. കൊള്ളാം അല്ലേ? ഇതിങ്ങനെ ഈ മോഡലിന് എന്താ പറയുക? മോഡലിന്റെ പേര് കുട്ടികൾക്ക് കംഫർട്ട് ആയിട്ട് ഇടാൻ പറ്റുന്ന, ഇത് കവേർഡ് ആയിട്ടുള്ളതാണ് ഐറ്റം. കുട്ടികൾക്ക് കംഫർട്ടബിൾ ആകുന്നു എന്ന് തോന്നുന്ന സ്വന്തം ഫാഷൻ അല്ലെങ്കിൽ ഓർഡർ തരുന്നത് അനുസരിച്ചാണ്. ഈ ഫ്രോക്കിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മള് യോക്ക്, സാധാരണ ഫ്രോക്കിനൊക്കെ യോക്ക് നമ്മൾ ഇവിടെ നിന്ന് യോക്കായിട്ട് തയ്ക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ സ്ക്വയർ ആയിട്ട് ആദ്യം ഒരുപാട് ഉണ്ടാക്കി അതെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഈ ഫ്രോക്ക്. ഇത് ഇങ്ങനെ ഓരോ ബ്ലോക്കും സെപ്പറേറ്റ് ഈ ഓരോ ബ്ലോക്ക് ഉണ്ടാക്കി ജോയിൻ ചെയ്താണ് ഇങ്ങനെ ഒരു ഫ്രോക്കിലേക്ക് എത്തുന്നത്. എന്തായാലും 1500 ആണ്. ഇതൊക്കെ ഒരുപാട് ഓർഡർ പോയിട്ടുള്ള ഐറ്റംസ് ആണോ? ഇതൊക്കെ ഓർഡേഴ്സ് വന്നിട്ടുള്ളതാണ് അല്ലേ? വൈറ്റിനോട് പ്രത്യേക സ്നേഹമുണ്ടോ കുട്ടി? ഈ വൈറ്റ് കളർ ബോഡി പോർഷന് വേണ്ടി അല്ല, വൈറ്റ് അല്ലാതെ വേറെ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ബ്ലൂ വരുമ്പോ അതിന് നമുക്കൊരു കോൺട്രാസ്റ്റ് വൈറ്റ് വരുമ്പോ ആ ഒരു ഭംഗി. ഇത് വേറെ കളർ വന്നാൽ എൽവിറ്റ് മൊത്തത്തില് ഒരു പാക്കേജ് ആയിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. ആ ഒരു ഫ്രോക്ക് എടുക്കുക, ഒരു ക്യാപ്പ് എടുക്കുക, ഷൂ വേണമെങ്കിൽ എടുക്കുക, പിന്നെ അതേ ഒരു ഹെയർ ആക്സസറി വേണമെങ്കിൽ എടുക്കുക. കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസും എൽവിറ്റ് തന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് ഹെയർ ആക്സസറി ആണ്, ഇത് ക്ലിപ്പാണ്. ഇതൊക്കെ 120, 100 അങ്ങനെയൊക്കെയുള്ള പ്രൈസിലാണ് എൽവിറ്റ് കൊടുക്കുന്നത്. ഹെയർ ആക്സസറീസ് എല്ലാം ഉണ്ട്. അപ്പോൾ എൽവിറ്റ് ഇനി ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലുള്ള ആഗ്രഹം? കട എടുക്കണമെന്ന് പറഞ്ഞു, കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഭാവിയില് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് തന്നെ തുടരാനാണോ താല്പര്യം അതോ? ഓൺലൈൻ ഒരിക്കലും വിടില്ല. ഓൺലൈൻ സാധ്യതയാണ്. തരുന്നത് വലിയ സാധ്യത. ഒരുപാട് പേരിലേക്ക് ഇത് എത്തിച്ചത് ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. ഓഫ്ലൈനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒരുപാട് ആയി കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് ഇപ്പൊ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയാൽ പോലും ഓൺലൈൻ വിടാൻ ഒരു താല്പര്യമില്ല. ഓൺലൈനിലൂടെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എൽവിറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം സ്റ്റിച്ചിങ് സെന്റർ ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കാൻ തന്നെയാണോ ഇഷ്ടം? അതെ, കസ്റ്റമൈസേഷൻ. ഓരോ ആൾക്കാര് പെറ്റ്സിന് ചെയ്തു തരുമോ ഡ്രസ് എന്ന് പറഞ്ഞ് അങ്ങനെ പെറ്റ്സിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് അല്ല, ഒരു കാറ്റിന് ചെയ്തിട്ടുണ്ട്. കാറ്റിനായാലും ഡോഗിനായാലും അതും ഈ ത്രെഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഈ ത്രെഡ് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പൊ കുറച്ചുകൂടി കോസ്റ്റ്ലി ആവുമായിരിക്കും? കോസ്റ്റ്ലി ഇല്ല, സാധാരണ സൈസ് അനുസരിച്ച് മീഡിയം. ആ ഒരു നമ്മൾ പൂച്ചയാണെങ്കിൽ അതിന് സ്മോൾ സൈസ് ആണോ ബിഗ് സൈസ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൽവിറ്റിൻ്റെ വിശേഷങ്ങൾ. എൽവിറ്റ് കുട്ടികൾക്കുള്ളത് എന്തായാലും വിടത്തില്ല. ഓൺലൈൻ വഴിയുള്ള വിൽപ്പനയും എന്തായാലും നിർത്തില്ല. ഈ സംരംഭക എന്ന ലേബൽ വളരെയധികം ആസ്വദിക്കുന്നുണ്ട് ഒരു സംരംഭക എന്നറിയപ്പെടുമ്പോൾ. സ്വന്തം അത് ഇതിൽ സ്റ്റിച്ചിങ്ങിന് മാത്രമാണ് മറ്റുള്ളവരുടെ ഹെൽപ്പ് എൽവിറ്റ് നേടുന്നത്. ബാക്കിയെല്ലാം സ്വന്തമായിട്ടുള്ള പണിയാണ്. അത് ഒരു ഫുൾ ടൈം ജോലി ഇല്ലേ? 8 hours ആണോ നിങ്ങളുടെ വർക്കിംഗ്? അതെ, 8:30 to 5:30. 8:30 to 5:30. അപ്പോൾ 8 hours ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ബാക്കി കിട്ടുന്ന സമയത്താണ് എൽവിറ്റ് ഇത്രയധികം ആളുകളുടെ ഓർഡർ സ്വീകരിച്ച് അത് ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ എഫേർട്ട് അതിന് പിന്നിലുണ്ട്. പക്ഷെ ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ക്ഷീണം അല്ലേ?
ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതിരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്, റിലീഫാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരോട് വഴക്കൂടാനോ അതെ ഒന്നിനും പോയില്ലേ വേറെ പ്രശ്നങ്ങൾക്കോ പണങ്ങി ഇരുന്ന് സ്വയം നമ്മൾ സമയം കളഞ്ഞ് അത് ആ സമയം വേസ്റ്റ് ആക്കാനൊന്നും പാടില്ല. ഇതുപോലെയൊക്കെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ആ ദേഷ്യം വരുന്ന സമയമൊക്കെ നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റും. എവിടെ പോയാലും എന്റെ കയ്യിൽ ഒരു സൂചി ഒരു നൂലുണ്ട്. ട്രെയിനിൽ പോകുമ്പോ യാത്ര ചെയ്യുമ്പോഴായാലും അതൊരു ഹോബി, എന്താ പറയാ, ഒരു അപ്പൊ വെറുതെ ഇരിക്കുന്ന ടൈം ഇല്ല. യൂട്യൂബ് ആണെങ്കിലും ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ സോഷ്യൽ മീഡിയന്റെ ആ ടൈം മാറ്റി ഞാൻ കൂടുതൽ പുതിയ എന്തൊക്കെ ക്രോഷ്യന്റെ പുതിയ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ടൈമാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം അപഹരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും സ്ക്രീൻ ടൈം ആണല്ലോ അല്ലേ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മുഴുവൻ ഇത്, അപ്പൊ കണ്ണിന് അത്രയും സ്ട്രെയിൻ ആണ്. എന്റെയൊക്കെ കാര്യം പോക്കാണ്, ഏത് നേരം ഫോൺ നോക്കി കളയാം. അപ്പോൾ ആ സമയം ഒക്കെ മാറ്റി വെച്ച് ഉപകാരപ്രദമായിട്ട് ഇതാ പൈസ ഉണ്ടാക്കുകയാണ് എൽവിറ്റ്. കുറെ അധികം ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അത് മീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഒരു ആളെ ഇരുത്തി ഒരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെ കൂടുതൽ ആളുകളെ സ്റ്റാഫുകളെ ഇരുത്തി അങ്ങനെ വിപുലപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ഇനി ലേറ്റർ അങ്ങനെ ആവാൻ ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോ എല്ലാം ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആലോചന, അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവര് സ്റ്റാഫ് ആക്കണമെന്നില്ല, അത് ചെയ്യാൻ ആഗ്രഹമുള്ളവരുമായിട്ട് അവർ ഓർഡർ ഡിവൈഡ് ഒരുപാട് പേര് ക്രോഷ്യ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ അതൊക്കെ എന്തായാലും എൽവിറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്യണം, ഇതിൽ തന്നെ നിൽക്കണം, കൂടുതൽ വെറൈറ്റി ഐറ്റംസുമായിട്ട് എത്തണം. എന്തായാലും ഇതുപോലെയുള്ള ഐറ്റം കണ്ട ആരായാലും ഒന്ന് വാങ്ങിപ്പോകും. കുട്ടികളുള്ളവർ അത്രമാത്രം ഭംഗിയോടെയാണ് ഇത് ചെയ്തതാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് കൊണ്ടുവന്ന ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. 1 മാസമൊക്കെ ഉള്ള കുട്ടികളുടെ ഷൂസാണ്. എന്തായാലും എൽവിറ്റ് എല്ലാവിധ ആശംസകളും. നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ സംരംഭകയാകണം എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ജോലി ഉപേക്ഷിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ജോലിയും സംരംഭവും ഒരേപോലെ കൊണ്ടുപോവുക, അതിൽ സക്സസ് ആവുക എന്ന വഴിയാണ് ഇപ്പോൾ എൽവിറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും എൽവിറ്റിന് പറ്റുന്നിടത്തോളം ഇങ്ങനെ പോകട്ടെ. അതിനപ്പുറമുള്ള സ്വപ്നങ്ങൾ, ഒരു പൂർണ്ണ സമയ സംരംഭകയായി മാറാനുള്ള ആഗ്രഹം എൽവിറ്റിനെ സംബന്ധിച്ചുണ്ട്. അത് വിപുലപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ സാധ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും വന്നതിന്. എന്തായാലും ഈ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന കുറെ പേർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആകാൻ എൽവിറ്റിന് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നൂല് മേടിക്കുക, സ്വന്തം ഐഡിയ പ്രകാരം ഇങ്ങനെ ചെയ്യുക. എന്തായാലും കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിയാണ് എൽവിറ്റിൻ്റെതായ മാർഗം കണ്ടെത്തിയത്. അപ്പോൾ ഇതുപോലെയുള്ള ഐഡിയാസ് ഉള്ള സംരംഭകരുമായി ഇനി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.